കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ മാഡം പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല അല്ലെ, ഫിജിക്കാരൻ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്താൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല നമ്മൾ ഏൺ ചെയ്യുന്നത്, അതിനേക്കാൾ ഉപരിയില്ലേ ഇന്നിപ്പോ മാഡത്തിനെ നമ്മൾ എല്ലാവരും കണ്ടല്ലേ, എത്ര ഹാപ്പി ആയിട്ട് എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഇന്ന് ഈ ആ ഒരു മാസ്റ്റർ പ്ലാനിലെ നമ്മളിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എന്താണ് സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ഞാൻ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഏറ്റെടുത്തതിന് ശേഷം കണ്ടിട്ടുണ്ട്. ഒരുപാട് അല്ല 4 ചുമരുകൾക്കുള്ളിൽ മാത്രം തനിക്ക് ഒന്നും സാധിക്കില്ല, തന്റെ ജീവിതത്തിലെല്ലാം അല്ല തീർന്നു എന്ന് പറയുന്ന വ്യക്തികളല്ലേ ഫിജിക്കൽ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തിട്ട് ഇന്ന് ഒരുപാട് അല്ലെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇന്ന് ഫിജിക്കൽ ഒരു കൺസെപ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെയധികം സന്തോഷം തോന്നുന്നു. വളരെയധികം അഭിമാനം, മാഡം പറഞ്ഞ പോലെ വളരെയധികം അഭിമാനം തോന്നാണ്. അപ്പൊ എന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി ആ സെക്ഷനിലേക്ക് ഞാൻ കിടക്കാണ്ട് ഓൾറെഡി എന്റെ പേര് ഞാൻ പറഞ്ഞു, അനിത. ഞാൻ ഈ കൺസെപ്റ്റിൽ വരുന്നതിന് മുമ്പ് എയർടെൽ ഹെഡ് ഓഫീസിലായിരുന്നു. ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ എന്ന പൊസിഷനിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ലിനീഷ് സാറിൽ നിന്നാണ് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തത്. മാഡം പറഞ്ഞ പോലെ ഫിജിക്കാർഡ് എന്താണെന്ന് പോലും അറിയാണ്ട് കയറി നിന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ മുൻപിലിരിക്കുന്ന ഓരോ വ്യക്തികളോടും ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് അല്ലെ, എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി 100% മനസ്സിലാക്കി നമുക്ക് ഒന്നും തന്നെ അല്ലെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ജോബ് ആവട്ടെ, ലൈഫ് ആവട്ടെ, ഒന്നും നമുക്ക് അല്ലെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടല്ല നമ്മൾ വരുന്നത്. പക്ഷെ അതിലെ എടുത്ത് അല്ലെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി, അതിന്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നത്. അതുപോലെ ഫിജിക്കൽ കൺസെപ്റ്റ് ഒന്നും അറിയാണ്ട് കയറി നിന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് നോക്കുമ്പോൾ അല്ലെ ഇതിന്റെ സാധ്യതകളും ഇതിന്റെ ബ്യൂട്ടിയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒന്ന് മാത്രമാണ് അല്ലെ, ഒരു പക്ഷേ ഒരു ഇൻകം നമുക്ക് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ന് ഒരു സോഷ്യൽ സർവീസ്, അതിനേക്കാൾ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളെ നമുക്ക് എന്തൊക്കെയോ ഇല്ലാത്തതിൽ പകരം നികത്താനായിട്ട് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളെ ഇന്ന് ഫിജിക്കാർഡിന് ഒരു കൺസെപ്റ്റ് വഴി നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് ഇതെല്ലാം നേടിക്കൊണ്ട് പോകാൻ ഫിജിക്കാർഡിന് ഒരു കൺസെപ്റ്റിന് ഏറ്റവും കൂടുതൽ മഹാത്മ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ജോബ് റിസൈൻ ചെയ്ത് ഫുൾ ടൈമറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി അധികം കൂടുതൽ ദീർപ്പിക്കുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കണം ആ സെക്ഷനിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനു മുമ്പ് ആരും ലീവായി പോകരുത്. കാരണം ഇന്ന് മാഡം ഇവിടെ പറഞ്ഞല്ലേ, ആ പ്ലാനിൽ പറഞ്ഞു ഇന്ന് നമുക്ക് കമ്പനിക്ക് 13 റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ 13 റാങ്കും അച്ചീവ് ചെയ്ത ഒരുപാട് ലീഡേഴ്സ് ഇന്ന് ഫിജിക്കാർഡിന് കാണിച്ചു തരാനുണ്ട്. അതുപോലെ ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ച ലീഡേഴ്സ് നമുക്കുണ്ട്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആ ഒരു ലീഡറെ ഇൻവൈറ്റ് ചെയ്യാൻ കിട്ടാ ഒരു അവസരവും ഞാൻ ഇതുവരെ പാഴാക്കിയിട്ടില്ല, ഡിജിറ്റലായാലും ഫിസിക്കലായാലും ഒക്കെ അല്ലെ. കാരണം അത്രയ്ക്ക് നമ്മള് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു വടവൃക്ഷമാണ് അല്ലെ, അതിൽ ഒരുപാട് പില്ലേഴ്സ് ഉണ്ട്, ഗ്രേറ്റ്ഫുൾ പില്ലേഴ്സ് ഉണ്ട്. അതിൽ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. ഈ മാഡത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് എനിക്ക് പറയേണ്ടി വരും, പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. കാരണം മാഡം പാലക്കാട് സ്വദേശിനിയാണ്. ഒരുപാട് വ്യക്തികൾ പറയാണ് ഇത്, ചിലർ ചോദിക്കുന്നുണ്ട് ഇത് സാധാരണക്കാർക്കല്ല, ഒരു പണി ഇല്ലാത്തവർക്ക് പറഞ്ഞ ബിസിനസ് അല്ലേ എന്നൊക്കെ ഒരുപാട് പ്ലാൻ കൊടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അല്ലെ ഹൈ പൊസിഷനിലുള്ള ആൾക്കാര്, ഹൈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാര്, ഡോക്ടർ, എഞ്ചിനീയർ, MPhil ഒക്കെ എടുത്ത ആൾക്കാര് ഇന്ന് ഫിജിക്കാർഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്ന് വന്നേക്കണ ലീഡർ അല്ലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്ത സമയത്താണ് തന്റെ സുഹൃത്ത് വഴി ഈ ഒരു കോൺസെപ്റ്റിലേക്ക് കടന്നു വന്നാൽ മാത്രമല്ല അല്ലെ, താൻ എന്താണോ ഏറ്റെടുത്തേക്കണേ ആ ഒരു ദൗത്യത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു ഒന്നും അതിനെ പറയാം അല്ലെ. അതിനെ മനസ്സിലാക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഇന്ന് ഇന്ത്യക്കകത്തും ഒരുപാട് അല്ലെ ലീഡേഴ്സിന് ഡെയിലി വേജസ് ഉള്ള ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു വരുമാനം എത്തിച്ചുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് തന്നെ കട്ടയ്ക്ക് കൂടെ നിന്നുകൊണ്ട്, അതിപ്പോ ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയില്ലേ മാഡത്തിന്റെ ഓരോ വാക്കുകളും നമുക്ക് എഴുതിയെടുത്ത് അല്ലെ കോപ്പി ചെയ്യാൻ പറ്റുന്ന ഓരോ വേഴ്സുകളുമായിരിക്കും മാഡം നമ്മളിലേക്ക് എത്തിക്കണത്. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി മാഡത്തിന്റെ വായിന്ന് നമുക്ക് കേൾക്കാം. ഇന്ന് ഓരോ സ്റ്റെപ്പുകളും അല്ലെ ഓടിച്ചെന്ന് കയറിയതല്ല, പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് അവർക്കൊരു ഇൻകം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് കമ്പനിയിലെ 13 റാങ്ക് എന്ന് മാഡം പറഞ്ഞു അല്ലെ, അതിൽ 9ാമത്തെ പൊസിഷൻ. ഇന്നിപ്പോ മാഡം പറഞ്ഞു തരാം, മന്ത്ലി പെർഫോമൻസ് ആവട്ടെ, മെഡിക്കൽ ഇൻഷുറൻസ് ആവട്ടെ, റൈഡർ ഫണ്ട് ആവട്ടെ, ഇന്ന് 5 ലക്ഷം രൂപ വെറുതെ വരുന്ന കാർ ഫണ്ടിൽ അല്ലെ അവിടെ വരെ എത്തിയിരിക്കുകയാണ് മാഡം. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടു കൂടി മാഡത്തിനെ ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് മാഡത്തിന് വിലയേറിയ ആ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് വെൽക്കം ജസീല മാം. ജസീല മാഡം പ്ലീസ് വെൽക്കം സ്ക്രീൻ. താങ്ക് യു അനിത മാഡം. വിസിബിൾ ആണല്ലോ അല്ലെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അനിത മാഡത്തിന്റെ സ്ഥലം എവിടെയായിരുന്നു? ഞാൻ എറണാകുളം. ഓക്കെ, താങ്ക് യു മാം. ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ അനിത മാഡം ഫിജിക്കാർഡിലെ മെമ്പറാണ്, എൻ്റെ ടീമിലെ അംഗമല്ല.
ഈ ഇരിക്കുന്ന നമുക്ക് മുന്നേ പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുള്ള ഷീജ മാഡം ഇവിടെ എൻ്റെ ടീമിലെ മെമ്പറാണ്. മാഡം ഇവിടെ പറഞ്ഞിരുന്നു ചെന്നൈയിലാണ് മാഡം ഉള്ളത്, ഞാനുള്ളത് പാലക്കാട്. അപ്പൊ 3 ജില്ലകളിൽ നിന്നുള്ള 3 വ്യക്തികളാണ് ഇന്നിവിടെ ഈ ഒരു ഫിജിക്കാർട്ടിന്റെ ഈ ഒരു എന്താണ് ഫിജിക്കാർട്ട് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് തന്നെയാണ് ഈ കൺസെപ്റ്റിന്റെ ആദ്യത്തെ വലുപ്പം അല്ലെങ്കിൽ ആദ്യത്തെ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. നമ്മൾ പറയും, സാധാരണഗതിയിൽ പറയുന്ന സമയത്ത് നമുക്ക് ഏത് രാജ്യത്ത് പോയിട്ടും അല്ലെങ്കിൽ ഏത് സ്ഥലത്തും ഈ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യമായിട്ട് അനിത മാഡത്തിനും അതുപോലെ തന്നെ ഷീജ മാഡത്തിനും അവരൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ഡ്യൂട്ടി വളരെ വൃത്തിയായിട്ട് മാഡം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തു, എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ കമ്പനിയുടെ മാസ്റ്റർ പ്ലാന് ഇവിടെ ഷീജ മാഡം അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിരുന്നു. ശ്രദ്ധിച്ച ആളുകൾക്ക് അറിയാം, വളരെ വ്യക്തമായിട്ട് കമ്പനിയുടെ ഓരോ പോയിന്റുകളും നമ്മുടെ മാനേജ്മെന്റിനെയും എല്ലാം മാഡം ഇവിടെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ മിസ്സായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, പേടിക്കേണ്ട. നമുക്കൊരു 10 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഫിജിക്കാർട്ടിലേക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് കുറെ ആളുകൾ ഫിജിക്കാർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് പറയുന്നത്, എന്താണ് ഇതിന്റെ സാധ്യതകൾ, നമ്മൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിജയിക്കോ, ഈ പറയുന്ന വരുമാനങ്ങളൊക്കെ കിട്ടുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളായിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്ന പലരും ഇരിക്കുന്നുണ്ടാവുക. ഇതിലുള്ള പല ആളുകളും ചിലപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവും, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുണ്ടാവും, ജോലിയുള്ള ആളുകളുണ്ടാവും, ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടാവും, പല പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ നിന്ന് പോയി വർക്ക് എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, പഠിക്കുന്ന പിള്ളേരുണ്ടാവും. ഏത് കാറ്റഗറി ആയിട്ടുള്ള ആളുകൾക്കും, അതായത് 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഫ്രീലാൻസ് ആയിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ കൺസെപ്റ്റിന്റെ പേരാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് പലർക്കും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വരിക. ഇത് വന്നു കഴിഞ്ഞാൽ പൊതുവെ കോമൺ ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല പറയുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഇതിൽ ആളെ ചേർത്തണ്ടേ, ഞാൻ ആളുകളോട് പറയണ്ടേ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സമയമില്ല അല്ലെ? അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന പലരും പഠിക്കുന്ന പിള്ളേരുണ്ടാവും. നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? പഠിച്ചു കഴിഞ്ഞ കുട്ടികളോടും ചോദിക്കുന്ന ചോദ്യം, എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ ഒരു LKG മുതൽ ഒരു +2 ഡിഗ്രിയോ പഠിച്ചത് വരെ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയത്? ആ ചെലവാക്കിയ പൈസയുടെ ഒക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? മോണിറ്ററി ബെനിഫിറ്റ്, അതായത് ഫിനാൻഷ്യലി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചിട്ട് ആ ഒരു പഠിപ്പിച്ച ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ടാവും, നമുക്ക് വേണ്ടി ഒരുപാട് എക്സ്പെൻഡിച്ചർ ചെലവാക്കിയിട്ടുണ്ടാവും. ഇതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ? അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഈ ചട്ടിയും പാത്രം കഴുകിയിരിക്കുകയല്ലാതെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി പുരുഷന്മാരോടും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ ഒരു ദിവസം വെയ്യെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്, 2 ദിവസം ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കിന്ന് എൻ്റെ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല, മനസ്സമാധാനത്തിൽ എനിക്കൊന്ന് കടന്നുറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു നിലയിലാണോ നിങ്ങൾ നിൽക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഇവിടെ ഷീജ മാഡം ഒരുപാട് തവണ അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പല ആളുകൾക്കും തോന്നും, എന്ത് അവസരമാണ് ഇത്, ആളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുന്നവരുണ്ട്, ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാനിത് കേട്ടോണ്ടിരിക്കുന്ന ഏകദേശം ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് കൺസെപ്റ്റ് കേരളത്തിൽ ലോഞ്ച് ചെയ്ത അന്ന് മുതൽ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും കേട്ടോണ്ടിരിക്കുന്നതും ഒരേ ചോദ്യം തന്നെയാണ്, ഇത് ആളെ പിടിക്കുന്ന ബിസിനസ് അല്ലേ, ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന ബിസിനസ് അല്ലേ എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും ഇതിലെ ഒരുപാട് സംശയങ്ങൾ മനസ്സിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ പഠിച്ചു വളർന്നിട്ടുണ്ട്, എന്നാൽ എന്തിനാണ് പഠിച്ചത്, എന്തിനാണ് നമ്മൾ പഠിപ്പിച്ചത്? അപ്പൊ ഇവിടെ ഒരു ഉത്തരം വരും. എനിക്ക് 90% ആളുകളുടെ ഉത്തരം ജോലിക്ക് പോവാൻ എന്നായിരിക്കും, അല്ലേ? ജോലി കിട്ടാൻ, നല്ല ജോലി കിട്ടാൻ എന്നായിരിക്കും.
നല്ല ജോലിയാണെങ്കിൽ എത്ര രൂപ സാലറി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? അപ്പൊ ഇവിടെ പറയുന്ന പല ആളുകൾക്കും ഒരു 10,000 മുതൽ 2-3 ലക്ഷം രൂപ വരെ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടാവും. പല കാറ്റഗറി അല്ലേ? 10,000 മുതൽ 3 ലക്ഷം 4 ലക്ഷമോ 5 ലക്ഷം രൂപ വരെയൊക്കെ ആഗ്രഹിക്കുന്ന മാസം, ഒരു കൊല്ലത്തിലല്ല പറഞ്ഞത് കേട്ടോ, ഒരു മാസം വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഞാൻ പഠിച്ചത് ഇത്ര സാലറി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയാണ്, നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി, ഇപ്പം നിങ്ങൾ പല ആളുകളും വർക്കിന് പോകുന്ന ആളുകളായിരിക്കും, നമുക്ക് കിട്ടിയ ഇതേ വേതനം മതിയോ നമ്മുടെ മക്കൾക്ക്? ഇപ്പോൾ നമുക്കൊരു 10,000 20,000 നമുക്ക് സാലറി കിട്ടുന്നുണ്ടാവും. ഈ സെയിം സാലറി മതിയോ നമ്മുടെ മക്കൾക്ക്? ഒരു 20,000 30,000 മതിയോ? ഒരു 10 20 കൊല്ലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അന്നൊരു 40,000 50,000, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഇത് പോരാ അല്ലേ? അപ്പൊ ആക്ച്വലി ഇന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലെ എക്സ്പെൻഡിച്ചറും എക്സ്പെക്ടേഷനും ലൈഫ് സ്റ്റൈലും കൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം തികയാത്തൊരു സ്ഥിതിയിലെത്തും. അപ്പൊ ഞാൻ ഒരു 10 കൊല്ലം മുന്നേ പറയുന്നത് കേട്ടാണ്, ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോയാൽ ഈസിയാണ്. ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോയിട്ടും ഇന്ന് വരുമാനം തികയാത്ത അവസ്ഥയിലേക്കാണ് അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചത് ജോലിക്ക് വേണ്ടിയിട്ടാണ്, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എത്ര പൈസ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇന്ന് നിലവിൽ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് അല്ലേ? അല്ലാതെ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എത്ര ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്ക് മാസം ഒരു 9 ലക്ഷം വേണം, എനിക്ക് മാസം ഒരു 1 കോടി വേണം, എനിക്ക് മാസം ഒരു 2 ലക്ഷം രൂപ വേണം എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വിവരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് ആരും പറയാറില്ല അല്ലേ? ഞാൻ ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ 90% ആളുകളും നമ്മൾ ഈ ഒരു ബിസിനസ് കൺസെപ്റ്റ് പറയുന്ന സമയത്ത് എനിക്ക് ജോലി ഉണ്ട് അതുകൊണ്ട് സമയമില്ല എന്ന് പറയുന്ന ആളുകളായിരിക്കും. പഠിച്ച് വല്ല ജോലിക്കും പോയിക്കൂടെ എന്നായിരിക്കും നമുക്ക് മിക്കവാറും ഉപദേശം കിട്ടുക. ഇതിന്റെ ഹയസ്റ്റ് ഉപദേശമാണ് PSC നോക്കിയിട്ട് ഗവൺമെന്റ് ജോലിക്ക് പോയിക്കൂടെ. ആകെ ഗവൺമെന്റ് ജോലിക്കാർ കുറച്ചേ ഉള്ളൂ, ആകെ ഗവൺമെന്റ് പോസ്റ്റിൽ കുറച്ചേ ഉള്ളൂ. ഒരു പോസ്റ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 7 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ 1 7 ആളുകൾക്ക് മാത്രമേ ജോലി സാധ്യത ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും കൂടി ജോലി കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ, ഗവൺമെന്റിന് അത്രയും ജോലി സാധ്യതയില്ല. പ്രൈവറ്റ് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെ പിഴിഞ്ഞ് ചാറെടുക്കാം എന്നുള്ളതിന്റെ റിസർച്ചിലാണ് അവർ നടക്കുന്നത് അല്ലേ? അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമുക്ക് വേണ്ട വരുമാനം നമ്മൾ നേടിയെടുക്കാം? അങ്ങനെ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ട വരുമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട ടൈമിൽ ഒരു ഫ്രീഡത്തോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞൊരു അവസരം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തട്ടിപ്പ് എന്ന് ഓമന പേരിട്ട് വിളിക്കും. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന മേഖലയെ ഇത്രയും ആളുകൾ വെറുക്കാനുള്ള കാരണം ഇവിടെ ഒരു ബോസ് ഇല്ല, ഇവിടെ നമ്മളെ 9 മണിക്ക് പഞ്ച് ചെയ്യണം പറയില്ല, സാലറി കട്ട് ചെയ്യില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സമയത്ത് നിങ്ങൾക്ക് വർക്ക് എടുക്കാം, ലീവ് ചോദിക്കണ്ട, മാനേജറിന്റെ കൈയും കാലും പിടിക്കണ്ട, ഒരു HODന്റെ കൈയും കാലും പിടിക്കണ്ട, ഒരാളുടെ വായിലിരിക്കുന്ന തെറിയും തുപ്പും കേൾക്കണ്ട, മക്കളെ നോക്കാം, വീട്ടിലെ ജോലി ചെയ്യാം, ഒപ്പം വരുമാനം സമ്പാദിക്കാം. അങ്ങനെ ഒരു മേഖലയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് ഇവിടെ ഈ പറയുന്ന പ്ലാൻ പ്രസന്റേഷനിൽ ചോദിച്ചത്. അത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാനിക്കുന്നതിന്റെ ഒരു റീസൺ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇറക്കിയതിൽ മാത്രമല്ല, കാരണം അദ്ദേഹത്തിന് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ലുലു സ്റ്റോറുകൾ പോലെയോ അല്ലെങ്കിൽ കല്യാൺ സിൽക്സും കല്യാൺ ജ്വല്ലേഴ്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് പോലെയും ഒക്കെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പ്രൊഡക്ട്സ് ഒക്കെ അവിടെ ഡിസ്പ്ലേ വെച്ചാലും സാധനങ്ങൾ വിറ്റുപോകും. അദ്ദേഹത്തിന് വേണ്ട വരുമാനവും പ്രോഫിറ്റും ഒറ്റയ്ക്ക് എടുക്കുകയും ചെയ്യാം, കുറെ സ്റ്റാഫുകൾക്ക് ജോലിയും കിട്ടും. പക്ഷേ അതിനെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കണക്ട് ചെയ്ത് ഒരുപാട് തരത്തിലുള്ള ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ നോക്കാതെ, ആഗ്രഹമുള്ള ആളുകൾക്ക് ഏജ് നോക്കാതെ, അത് എടുത്തു പറയാൻ കാരണം ഇവിടെ 18 വയസ്സായിട്ടുള്ള സെയിൽസ് മാനേജറും ഉണ്ട്, 65 70 75 വയസ്സായിട്ടുള്ള സെയിൽസ് മാനേജേഴ്സും ഇവിടെ ഒരേ തട്ടിൽ വരുമാനം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവരിവൺ, എല്ലാവർക്കും ഒരേപോലെ. MCOM BEdും നെറ്റും സെറ്റും കഴിഞ്ഞ് ഞാനും ഫിജിക്കാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്.
1-ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള എഴുതാനും വായിക്കാൻ അറിയാത്ത ആളുകളും ഇതേ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കും കിട്ടുന്നത് ഒരു ദിവസം 2000 ആണ്. 100 പോയിന്റിന്റെ കച്ചവടം നടന്നു കഴിഞ്ഞാൽ അവർക്കും കിട്ടുന്നത് ഒരു ദിവസം 2000 ആണ്. 100 പോയിന്റിന്റെ കച്ചവടം നടന്നു കഴിഞ്ഞാൽ. ഇത്രയും ഇക്വാലിറ്റി നൽകുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇനി ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണ് വരുമാനമെങ്കിൽ ഇന്ന് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് കൺസെപ്റ്റിലൂടെ ഞാൻ സമ്പാദിക്കുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല വരുമാനം നേടുന്നത്, എന്നെ വിശ്വസിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ആളുകൾക്കൊക്കെയും വരുമാനം നേടുന്നുണ്ട്. ഒപ്പം നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഓരോ ഐഡിയ കൊടുക്കുന്ന സമയത്ത് ഫാമിലിയിലുള്ള ആളുകൾക്കും ഈ പറയുന്ന പോലെയുള്ള ഒരേ വരുമാനം അവർക്കും എത്തുന്നുണ്ട്. ഞാൻ ടീച്ചിങ് ആയിരുന്നു ഞാൻ പത്തിരിപ്പാലയിൽ ഒരു കോളേജിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അന്ന് ഞാൻ മാത്രം ജോലിക്ക് ഇറങ്ങുന്നു, എനിക്ക് മാസം ഒരു വരുമാനം കിട്ടുന്നു. ആ വരുമാനത്തിൽ നിന്ന് വേണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ. അപ്പൊ അവിടെ ഒരു 12,000 കിട്ടുകയാണെങ്കിൽ 2,000 കൊടുത്തതിനാൽ എൻ്റെ കയ്യിൽ 10,000 ഉള്ളൂ. പക്ഷെ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എൻ്റെ ഒപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കും ഐഡിയ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്കൊരു 2,000 കയറുമ്പോൾ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കും എന്ത് കയറുന്നുണ്ട്? 2,000 കയറുന്നുണ്ട്. ആ കയറുന്ന 2,000-ൽ നിന്നല്ല ഞാൻ പൈസ കൊടുക്കുന്നത്, അത് കമ്പനി കൊടുക്കുന്ന വരുമാനമാണ്. നമ്മൾ ചെയ്യുന്ന അതേ വർക്കിന് വേറൊരാൾക്ക് കൂടി അതേ വരുമാനം കിട്ടുക എന്ന് പറയുന്നത്, അതാണ് ഇവിടെ പറഞ്ഞ ഒരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഒരു ചാരിറ്റി. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഫിജിക്കാർട്ട്. അപ്പൊ ഇവിടെ എല്ലാ ആളുകൾക്കും ഒരുപാട് സംശയം ഉണ്ടാവും, ഇത് എത്ര കാലം നിലനിൽക്കും? അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇത് ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് അല്ല, ഇതൊരു സംരംഭമാണ് അല്ലെ. ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് അല്ല. ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. അവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആകെയുള്ളൊരു ജോലി. അതിന്റെ റോ മെറ്റീരിയൽ കണ്ടുപിടിക്കണ്ട, അത് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ പാക്കേജ് സ്ഥലങ്ങൾ നോക്കണ്ട, അതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങണ്ട, അത് ഉണ്ടാക്കണ്ട, അത് പാക്ക് ചെയ്യണ്ട, അതിനെ നമ്മൾ ഷോപ്പുകളിൽ എത്തിക്കണ്ട, കൊറിയർ ചെയ്യണ്ട. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ, ഇതിനെ മറ്റുള്ള ആളുകളിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി. നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം ഇതാണ്, ഇത് മറ്റുള്ള ആളുകളിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റെഫറൻസ് ചെയ്യുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം വീഡിയോസും എല്ലാം മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് റെഫറൻസ് ആണ്. അവിടെ കണ്ടന്റ് ഇട്ട ആൾക്ക് മാത്രമാണ് വരുമാനം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടീമിൽ ഒന്നിച്ച് റെഫർ ചെയ്യുന്ന സമയത്ത് ആ ടീമിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ വരുമാനം കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കാണുന്ന പല ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ടീമിൽ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാള് നമ്മുടെ കൂടെ വന്നാൽ മതി നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ. നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, പക്ഷെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. നമുക്ക് സെയിൽ ചെയ്യാനുള്ള സ്കില്ലില്ല, ആ സ്കില്ലുള്ള ഒരു വ്യക്തി നമ്മളെ സഹായിച്ചാൽ മതി അല്ലെ. വേറൊരു ജോലിയിലും കാണാത്തൊരു പ്രത്യേകത ഈ ഒരു മേഖലയിലുണ്ട്. ഇത് നമ്മുടെ മേഖലയുടെ മാത്രം പ്രത്യേകതയല്ല, ബിസിനസ്സുകാർ നിങ്ങൾ ആരെ എടുത്തു നോക്കിയാലും എല്ലാവരുടെയും ഇത് തന്നെയാണ് നടക്കുന്നത്. ചിലപ്പോ ആ ബിസിനസ് തുടങ്ങിയ വ്യക്തിക്ക് ഒരു ഹോട്ടൽ എക്സാമ്പിൾ എടുത്തോളൂ. ഹോട്ടലിന്റെ ക്യാഷ്യറിൽ ഇരിക്കുന്നത് അതിന്റെ മുതലാളിയാണെന്ന് വിചാരിക്കുക. ആ മുതലാളിക്ക് ആ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ അറിയില്ല. അതിനറിയുന്ന ആളുകളെ, അതിന് ഷെഫുകളെ അവിടെ നിയമിച്ചിട്ടുണ്ടാവും, ക്ലീനിങ് ചെയ്യാനുള്ള ആളുകളെ അവിടെ നിയമിച്ചിട്ടുണ്ടാവും അല്ലെ, ക്യാഷ് ആളുകളെ നിയമിച്ചിട്ടുണ്ടാവും, പർച്ചേസ് ചെയ്യാനുള്ള ആളുകളെ നിയമിച്ചിട്ടുണ്ടാവും അല്ലെ. അതെല്ലാം ഒരു ടീം വർക്കാണ്. അതുപോലെ ഇവിടെയും പല കഴിവുകളുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഇവിടെയും ഈ പറയുന്ന ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വരുമാനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കിനി വരുമാനത്തിലേക്ക് കിടക്കാം. നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പല കടകളിൽ നിന്ന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, തോർത്ത് ഉപയോഗിക്കുന്നുണ്ട്, ബെഡ് ഉപയോഗിക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അരിപ്പൊടിയും പഞ്ചസാര, ചായപ്പൊടി വന്ന പോലെ എല്ലാ സാധനങ്ങളും നമ്മൾ രാവിലെ മുതൽ വെറും കസ്റ്റമേഴ്സ് മാത്രമായിട്ട് കുറേ കാലങ്ങളായിട്ട് ജീവിക്കുകയാണ്. ഇവിടെയും നമ്മൾ ഒരൊറ്റ തവണ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ കസ്റ്റമർ ആവുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ മാത്രമായിട്ടല്ല മാറുന്നത്, നമ്മൾ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ കൂടിയാണ് നമുക്ക് തരുന്നത്.
ഒരു ഡിജിറ്റൽ സ്റ്റോർ നമ്മുടെ പേരിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുന്നു. നമുക്ക് ഈ കമ്പനിയിൽ എന്ത് പ്രൊഡക്റ്റും മറിച്ച് വിൽക്കാനുള്ള പെർമിഷൻ നമുക്ക് തരുന്നു. ഈവൻ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയിലെ ജ്വല്ലറി അടക്കം അതിലെ EMI സ്കീം അടക്കം നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് കമ്പനി നമുക്ക് നൽകുന്നത്. അപ്പൊ അതിലൂടെയാണ് നമുക്ക് ഇതിൽ എന്ത് കിട്ടുന്നത്? വരുമാനം എത്തുന്നത്. അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, നമ്മുടെ കൂടെ നിങ്ങളെ ഈ ബിസിനസ്സിൽ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയും അവരുടെ കൂടെ ഒരു ടീമും ഉണ്ട്. ടീമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, ഇതിനെല്ലാം ആളുകൾ വേണ്ടേ? വേണം. കാരണം പൽപ്പൊടിയും ബ്രഷും പേസ്റ്റും നമുക്ക് പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാൻ പറ്റൂലല്ലോ, അവരത് ഉപയോഗിക്കില്ല. അത് മനുഷ്യരെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ആർക്കാ റെഫർ ചെയ്യുന്നത്? മനുഷ്യർക്ക് തന്നെയാണ് നമുക്കിത് റെഫർ ചെയ്യേണ്ടത്. നമുക്കത് മറ്റുള്ള ആളുകൾക്ക് തന്നെ റെഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കൂടെ സഹവസിക്കുന്ന ആളുകൾക്കാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുക? റെഫർ ചെയ്യാൻ പറ്റുക. കാരണം അവർ ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ കാശ് തരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെ? വല്ല പട്ടിയും പൂച്ചയ്ക്കും ബെഡ്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പൈസ തരികയാണെങ്കിൽ നമുക്ക് അവർക്ക് വിൽക്കാം. പക്ഷെ അവർക്കത് ആവശ്യമില്ല. ഇതെല്ലാം ആവശ്യമുള്ളത് നമ്മുടെ കൂടെയുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് വിൽക്കാം. ആളെ പിടിക്കുന്ന ബിസിനസ് അല്ലേ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഈ രാവിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടോ എടുത്തിറങ്ങുന്നതും സ്കൂളുകൾ തുറന്നു വെക്കുന്നതും കോളേജുകൾ തുറന്നു വെക്കുന്നതും ഒക്കെ ആളെ പിടിക്കാനാണ്. എല്ലാവരും ആളുകളെയാണ് പിടിക്കുന്നത്. ഇത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, അല്ലെ? നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാനാണ്. അപ്പൊ മനുഷ്യർക്കല്ലേ നമ്മൾ കച്ചവടം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, കസ്റ്റമറിൽ നിന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന സമയത്ത് നമ്മൾ മറ്റൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ മാത്രമാവുമ്പോൾ ഇവിടെ നമുക്ക് എന്തുകൂടി വരുന്നുണ്ട്? ഒരു ഇൻകം കൂടി വരുന്നുണ്ട്. ഇനി ഇൻകത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കിട്ടാത്തൊരു ഇൻകമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം 2000 രൂപ മുതൽ 30,000 രൂപ വരെ ഈ കമ്പനിയുടെ ടോപ്പിലിരിക്കുന്ന ആൾക്കും 30,000 കിട്ടുള്ളൂ. ഒരു ദിവസം കമ്പനിയുടെ സെയിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആള് റൈറ്റിലും ലെഫ്റ്റിലും, അതായത് റൈറ്റ് ടീമിലും ലെഫ്റ്റ് ടീമിലും 1500 പോയിന്റിന്റെ ബിസിനസ് വോളിയം കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് കിട്ടുക 30,000. അതിൽ കൂടുതൽ വരുന്ന കച്ചവടത്തിന്റെ ലാഭം കമ്പനി എടുക്കുന്നു. അതായത് ഒരു മാസം 9 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ കുറെ ആളുകൾക്ക് ചിരിയായിരിക്കും ആദ്യം കേൾക്കുന്ന ആളുകൾക്ക്. കാരണം ഇതുപോലെ ഞാനും ചിരിച്ചിരുന്നു. 9 ലക്ഷേ, അത് എനിക്കേ എന്നായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ചിന്തിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ 50,000 എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച ആളുകൾ ഉണ്ടാവും. ഞാനും ഇതുപോലെ ചിരിച്ചിരുന്നു പണ്ട് ഈ ബിസിനസ് പ്ലാൻ കേട്ട സമയത്ത്, പുച്ഛിച്ചിരുന്നു. 10,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദഹിച്ചു. മാസം ഒരു പന്ത്രി പെർഫോമൻസ് ബോണസ് 10,000 രൂപയുടെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദഹിച്ചിരുന്നു. കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ സ്വപ്നത്തിന്റെ റേഞ്ച് 10,000-നും 20,000-നും 40,000-നും 50,000-നും ഇടയിലാണ്. 9 ലക്ഷത്തിന്റെ റേഞ്ചിലുള്ള സ്വപ്നം കാണാനൊന്നും നമുക്ക് പേടിയാണ്. അതുകൊണ്ട് നമുക്ക് ആ റേഞ്ച് ഒന്നും നമ്മൾ എത്തിയിട്ടില്ല, അല്ലെ? അപ്പൊ ഈ 10,000 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കാരണം ചെയ്യുന്ന ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം ഈ ബിസിനസ്. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ കിട്ടുന്ന സാലറിയോടൊപ്പം 10,000 കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ എന്നാണ് ഞാൻ അന്ന് ആലോചിച്ചത്. അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചാടിക്കേറി ഐഡിയ അടിച്ച് ഈ മേഖലയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കളിയൊന്നുമല്ല അതിന്റെ അകത്ത്. ഇതിലൊരു 10,000 രൂപ ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് അല്ല, കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് ഫിജിക്കാർട്ട് എന്നുള്ളത്. ആ തിരിച്ചറിവാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഏകദേശം ഒരു 25 ലക്ഷം രൂപ ഒരു 2-3 കൊല്ലം കൊണ്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് ആ സമയത്ത് ഒരു 18 ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു. ആ കട എനിക്ക് തീർക്കാൻ പറ്റി. ഒരു 2 വീലർ വാങ്ങാൻ പറ്റി, ഒരു 4 വീലർ വാങ്ങാൻ പറ്റി. സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം പേരിൽ ഒരു വീട് എനിക്കിന്ന് നിർമ്മിക്കാൻ സാധിച്ചു. ഒരു 4 കൊല്ലം മുന്നേ എൻ്റെ പേരിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പേരിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കട അല്ലാതെ എൻ്റെ പേരിൽ ഒരു തരി ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. ഫിജിക്കാർട്ടിൽ വന്നപ്പോഴാണ് സ്വന്തമായിട്ട് ആദ്യം ഉണ്ടായത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഐഡിയ ആണ്. ഇന്ന് ആ ഐഡിയയുടെ വില എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മുടെ ഷീജ മാഡം പറഞ്ഞ പോലെ 5 കോടി രൂപയാണ് ഈ ഐഡിയയുടെ വില. കാരണം ഈ ഐഡിയയിലൂടെ നമുക്ക് ബിസിനസ് ചെയ്ത് 5 കോടി രൂപ വരെ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ താല്പര്യം പോലെ ഇരിക്കും, നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. കൂടെ നിൽക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഫിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാഡമി ഉണ്ട് നമുക്ക് ഈ ബിസിനസ് പഠിപ്പിച്ചു തരാൻ. ഇത് പഠിച്ച് വിജയിച്ച ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് നിങ്ങളെ കൈപിടിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട്.
അപ്പൊ ഇത്രയും ഇൻകം, ഇതിൽ ഏറ്റവും ഉപരിയാണ് 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പോസ്റ്റ് എത്തുന്ന സമയത്ത് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുകയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്താ വെച്ചാൽ, ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ഫിജിക്കാർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് ഞാൻ കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് ഫിജിക്കാർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്, എൻ്റെ മകന് അപ്പൻഡൈറ്റിസിന്റെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് 10 ദിവസം ഞാൻ കോളേജിൽ ലീവ് എടുത്തു. അപ്പൊ അവിടെ സാലറി കട്ടായിരുന്നു. ഈ സെയിം ടൈം അതേ 10 ദിവസം ഫിജിക്കാർഡിൽ ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ ടീമിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 10 ദിവസവും എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 3000-4000 ഓരോ ദിവസം വെച്ച് കയറിയിട്ടുണ്ട്. 10 ദിവസം ഞാൻ പണിക്ക് പോയിട്ടില്ല ഫിജിക്കാർഡില്, ഓൺലൈനായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളൂ, ടീമിനെ വിളിച്ചിട്ടുള്ളൂ, ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലും വരുമാനം കയറി. ഒപ്പം ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് 78,000 രൂപയുടെ ബില്ല് വെറും 1,800 രൂപ പ്ലാസ്റ്റിക്കിന്റെ ചാർജ് മാത്രം കൊടുത്തുകൊണ്ട് ബാക്കി ടോട്ടല് റീഇംബേഴ്സ്മെന്റ് അല്ല, അതായത് നമ്മൾ പൈസ കൊടുത്ത് തിരിച്ച് കമ്പനി നമുക്ക് പിന്നീട് തരുന്ന പരിപാടി ഒന്നുമില്ല, ക്യാഷ് ഫ്രീ ആയിരുന്നു. ക്യാഷ് ഫ്രീ ആയിട്ട് ഞാൻ അവിടെ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് കൊടുത്തു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം 78,000 രൂപ കമ്പനി സ്പോട്ടിൽ അവിടെ പേയ്മെന്റ് നടത്തിയിട്ടാണ് ഞാൻ 10 ദിവസം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചിറങ്ങിയത്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ലാലാല പാടിയിട്ട് ഇറങ്ങി വരുന്നത്. കാരണം സാധാരണ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്ര ബില്ലാവുന്ന ടെൻഷൻ അടിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക. പക്ഷെ ഇവിടെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത് കേറുവോ കിട്ടുവോ, എപ്പോഴും നമുക്കൊരു ആദ്യം ഉണ്ടാവില്ലേ, ഇത് കിട്ടുവോ. ഇത് കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചെന്താ അറിയോ, 1 ലക്ഷോ 2 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ പോലും അന്ന് ആ 78,000 ബില്ല് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ 2 ലക്ഷത്തിൽ നിന്ന് വേണം അത് എടുത്തു കൊടുക്കാൻ, അല്ലേ? പക്ഷെ നമ്മുടെ കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും പ്രീമിയം വാങ്ങിക്കാതെ കമ്പനി അവിടെ നമ്മൾ ചെയ്ത വർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരികയാണ്. ആ വർക്കിന് നമുക്ക് ഓൾറെഡി കൂലി കിട്ടിക്കഴിഞ്ഞു, അതിന് അഡീഷണൽ ആയിട്ട് പെർഫോമൻസ് ബോണസും കിട്ടിക്കഴിഞ്ഞു. അതിന് അഡീഷണൽ ആയിട്ടാണ് ഈ പറയുന്ന ഇൻഷുറൻസ്. ഇതിന് പുറമെയാണ് ഒരു ദിവസം 50,000 രൂപയുടെ റൈഡർ ഫണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കയറുന്നത്. അതും ഞാൻ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു 50,000 രൂപയൊക്കെ എൻ്റെ അക്കൗണ്ടിൽ ഒന്നിച്ച് കയറുന്നത്. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തത് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ വന്നതിന് ശേഷം. അതായത് നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു സാധാരണക്കാരിയാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഞാൻ B.Ed എടുത്തൊരു അധ്യാപികയാണ് എന്നുള്ളത്. ഇതിലും ഇരിക്കുന്ന ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടാവും, ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. ഇല്ലാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയില്ല എന്ന് പേടിച്ചിരിക്കുന്ന ഒരാളോടാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എടുക്കാൻ പൈസ ഇല്ല എന്ന് ആലോചിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഒരു ഗ്രാം ഉണ്ടെങ്കിൽ പോലും ഈ ബിസിനസ്സിൽ സുഖസുന്ദരമായിട്ട് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ വരാം. 1 ഗ്രാമില് നിങ്ങൾക്ക് ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടില് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് ഒരൊറ്റ തവണ, അതും ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഈ കമ്പനിയുടെ ID രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഒരൊറ്റ തവണ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. അതോടുകൂടിയിട്ട് നമ്മൾ ഈ കമ്പനിയുടെ പാർട്ട്ണർഷിപ്പിലായി. പിന്നെ ഈ പറയുന്ന വരുമാനം എത്ര സ്പീഡിൽ വാങ്ങിയെടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ ഒരാളും നമ്മളെ കൺട്രോൾ ചെയ്യാനില്ല, ഒരാളോടും അഭിപ്രായം ചോദിക്കാനില്ല. കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കമ്പനി തരുന്നുണ്ട്. ആ സാധനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കമ്പനിയുടെ ഒരു സിസ്റ്റം പ്രകാരം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് മാത്രമല്ല, ഇതിനു മുന്നേ വന്ന ആളുകളും ഇപ്പോൾ ഉള്ള ആളുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര കടമുണ്ട് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇന്ന ആള് ഇത്ര സമ്പാദ്യങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് മരണപ്പെടണമെന്നെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്താനുള്ള മിനിമം ധൈര്യം കാണിക്കണം. ആ ഒരു ധൈര്യം കാണിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും എല്ലാം ദൈവം നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് ഒരു ഗസ്റ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിൽ കേൾക്കാൻ വന്നിട്ടുള്ള ആളുകൾക്ക് നാളെ ഈ ബിസിനസ്സിലെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ദിസ് ഇസ് ജെസിറ, സോണൽ സെയിൽസ് മാനേജർ ഓഫ് fijicard.com. താങ്ക് യു. Okay, thank you so much, Jesira madam.
ഇസ്രാ മാഡം അല്ലേ, ഞാൻ ആദ്യമേ ചോദിച്ചു അല്ലെ, എത്ര ഭംഗിയായിട്ടല്ലേ നമുക്ക് എഴുതിയെടുക്കാൻ പാകത്തിനുള്ള വേർഡ്സുകളാണ് മാഡത്തിന്റെ വായിന്ന്. ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഒന്നും അല്ല മാഡം നമ്മളിലേക്ക് എത്തിച്ചത്, എവിടെന്നോ തുടങ്ങിയില്ലേ. കാരണം ഫിജിക്കാർട്ട് എന്താണ്, ഞാൻ ആദ്യമേ ചോദിച്ചു ഫിജിക്കാർട്ട് എന്താണെന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലെ. തീർച്ചയായിട്ടും മാഡത്തിന്റെ ഈ ഒരു സെക്ഷൻ കേട്ടിരുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഫിജിക്കാർട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത്ര ഭംഗിയായിട്ട് ഓരോ പോയിന്റുകളും നമ്മളിലേക്ക് ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ച ജയശ്രീ മാഡത്തിനോട് ഒരുപാട്, ജയശ്രീ മാഡത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക്, ഒരുപാട് കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവേശ്വരൻ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളതല്ലേ, ഭാഗ്യം ചിലപ്പോ ഒരു പക്ഷെ കുറെ പേര് പറഞ്ഞാൽ അതൊക്കെ ജയശ്രീ മാഡത്തിന്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഷീജ മാഡത്തിന്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ വിജയിച്ച വ്യക്തികളുടെ ഭാഗ്യമായിട്ട് എല്ലാവരും കാണണം. പക്ഷെ ഒരിക്കലും അല്ല അല്ലെ, ഭാഗ്യം ഒരിക്കലും അല്ല അവരുടെ. പക്ഷെ നല്ലൊരു തീരുമാനം നമുക്ക് ഓരോരുത്തർക്കും മാഡം പറഞ്ഞ പോലെ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുക, നല്ലൊരു തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ കൈകളിലേക്കും ഭാഗ്യങ്ങൾ വരുമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നലകളെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കാണ്ടല്ലേ, ഇനി എങ്ങോട്ടാണ് നമ്മൾ യാത്ര തിരിക്കാനുള്ളത്, ഈ യാത്രകളിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ കാലത്തെ കുറിച്ചൊന്നും ചിന്തിക്കാണ്ട് നല്ലൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഏറ്റെടുക്കുക, ഏറ്റെടുത്തതിന് ശേഷം പഠിക്കുക, മനസ്സിലാക്കുക, മുന്നോട്ട് പോകുക. നമുക്ക് എല്ലാവർക്കും വിജയങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതുപോലെ നമ്മളെ ഭംഗിയായിട്ടുള്ള പ്ലാൻ നമ്മളിലേക്ക് എത്തിയ ഷീജ മാഡത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ജസീറ മാഡത്തിന് ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ടല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളിലേക്ക് എത്തിക്കാൻ, ഇനിയും ഒരുപാട് പ്രചോദനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ മാഡത്തിനും കഴിയട്ടെ. ഇനി ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾക്ക് അല്ലെ സർവേശ്വരൻ അവരിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേർക്കും സർവേശ്വരൻ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ള അല്ലെ, ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, ഏറ്റെടുത്താൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുക, കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കും ഇതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റും. ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെടുത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് കയറി നിൽക്കുക. ഒന്നിച്ചൊരു കൂട്ടമായിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും അതിനെ സർവേശ്വരൻ കരുത്ത് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഇന്നത്തെ ഒരു സെക്ഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ.